നമ്മൾ കഞ്ഞി വെന്ത് കഴിഞ്ഞ് ഊറ്റി കളയുന്ന കഞ്ഞിവെള്ളത്തിന് ഇമാതിരി മാജിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കറി, ഒന്നല്ല 2 സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കണത്. പക്ക നാടൻ എന്ന് പറഞ്ഞാൽ പക്ക നാടൻ. നമ്മുടെ കപ്പളങ്ങയും കൊണ്ട് ഒരു വറവിട്ടൊരു കറിയും കഞ്ഞിവെള്ളവും മുരിങ്ങയിലയും കൊണ്ടൊരു കറിയും. പക്ക നാടൻ എന്ന് മാത്രമല്ല ഭയങ്കര ഹെൽത്തിയാണ്. നമ്മൾ പറമ്പിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ പറിക്കാൻ വന്നതാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് പരമാവധി സാധനങ്ങൾ പറിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി കേട്ടോ. നമ്മുടെ തേന് കുടിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ വവ്വാലിനെ നമുക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് വലിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് വരുന്നുണ്ട് ജനുവരിയിൽ. അതുകൊണ്ട് അസുഖം പിടിപ്പിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും തൽക്കാലം തേൻ എന്നുള്ള മോഹം നമ്മൾ കളഞ്ഞ്. അപ്പം നാടൻ കറികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് കാന്താരി. നിങ്ങളിൽ പലരും എൻ്റെ പേര് മാറ്റി കാന്താരി അന്നമ്മ എന്നും വെറും കാന്താരി എന്നും കള്ളക്കാന്താരി എന്നും ഒക്കെ ആക്കിയിട്ടുണ്ട്. അതിലെനിക്ക് സന്തോഷമുള്ളൂ. എൻ്റെ കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത് അത്യാവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഞാനും വിസ്മരിക്കുന്നില്ല. അപ്പം ഇന്ന് ഉണ്ടാക്കുന്ന 2 ഐറ്റത്തിനും നമുക്ക് എന്ത് വേണം? കാന്താരി വേണം. തൽക്കാലം നമുക്ക് ആവശ്യമുള്ളതായിട്ടോ. ബാക്കി നമുക്ക് പിന്നെ ഇനി കപ്പളങ്ങ കുത്തിച്ചാടിക്കാമേ. നല്ല വിളഞ്ഞ് നിൽക്കുന്ന കപ്പളങ്ങ ഉണ്ട്. നമുക്ക് അധികം വിളയാത്ത വേണ്ട കേട്ടോ. അടങ്ങി നിൽക്കട കാറ്റും. ഇന്ന് തോന്നിയ പോലെ കുത്തട്ടെ, വീഴട്ടെ. ഞാൻ തോറ്റു, എന്നെ കിടന്ന് വയ്യ, കയ്യിലൊക്കെ കറിയായി. നമുക്ക് അപ്പുറത്തേക്ക് പറിക്കാം വാ. പറമ്പിൻ്റെ ഒരറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ നടന്നു കുന്തം. പക്ഷെ നടന്നതിന് ഒട്ടും വിഷമം തോന്നാത്ത രീതിയിൽ നോക്കിക്കേ നിങ്ങൾ. ആടി പൊളി. എത്രയാണോ പഴുത്തത്? 1 2 ഒക്കെ പഴുപ്പിക്കാനുള്ള കേട്ടാ. പഴുപ്പിക്കാനുള്ളതും പഴുത്തതും. അപ്പോൾ പഴുത്തമൊക്കെ നമ്മൾ കുത്തിച്ചടിച്ചു. 2 പേര് കുറച്ച് കുത്തിയിട്ടുണ്ട്. ഇനി ഈ 2 എണ്ണം കിളികളും അണ്ണാറക്കണ്ണനും ഒക്കെ തിന്നോട്ടെ. അപ്പം നമുക്ക് നല്ല മൂത്ത പച്ച ഒരെണ്ണം വേണം. ഓക്കെ, റെഡി മണി കണ്ടീഷൻ. ഇത്രയും പഴുത്ത കപ്പളങ്ങ കണ്ടാൽ പിന്നെ നമ്മൾ എന്നാ ചെയ്യും? സംഭവം കത്തിയൊന്നുമില്ല. ഓ ദൈവമേ എന്നാ ടേസ്റ്റാ. അവനവൻ്റെ പറമ്പിലെ വേലി പൊളിക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എനിക്ക് ഈ പറമ്പിന് ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം കൂടെ പോവാൻ വയ്യ. കമ്പി വേലിയാ. എൻ്റെ ദൈവമേ, കെട്ടിയവൻ കണ്ട ഇന്ന് എൻ്റെ കാലൊടിക്കുക. നമ്മൾ പറിച്ച് കുത്തിയപ്പല്ല പഴപടമൊന്നും വീണല്ലോ. സംഭവം ഒരല്പം ചെനച്ച കപ്പളങ്ങയാണ്. ചെറിയ മധുരം ഉണ്ടോ മസാല. ഇനി എനിക്ക് പോകാൻ വയ്യ. നിങ്ങൾ നല്ല മൂത്ത ചെനക്കാത്ത കപ്പളങ്ങയാണ് എടുക്കേണ്ടത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പിടി കാന്താരി അല്ലെങ്കിൽ മുളകും മതി. ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് ഈ മധുരം ഒന്ന് സെറ്റാക്കാൻ. നമുക്ക് ആദ്യമേ കാന്താരി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. കറിവേപ്പില എൻ്റെ മുകളിൽ കൂടി ഇട്ടിട്ട് ഒന്ന് ചതക്കുവാണേ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. നാടൻ കറികൾ മൺചട്ടിയിലാണ് വെക്കണത്. അപ്പോൾ നല്ല മെഷീനിൽ ഉണ്ടാക്കിയ മൺചട്ടിയൊന്നും പണി മേടിച്ച് വെക്കരുത്. നമ്മൾ കുശവന്മാരുടെ നിന്ന് നേരിട്ട് ഉണ്ടാക്കി മയക്കി ചട്ടി വിൽക്കുകയാണ്. നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. ചതച്ച കാന്താരിയും കറിവേപ്പിലയും കൂടി ഇട്ടു. പാകത്തിന് ഉപ്പിട്ടു. കല്ലുപ്പാണ് ഇടേണ്ടത്. കല്ലുപ്പ് ഗീതച്ചി എടുത്തെടുത്ത് തീർത്തു. ഫുള്ള് കള്ളി ഗീതച്ചി. നമ്മുടെ സാധനമൊക്കെ എടുത്തിട്ട് തീർക്കുകയാണ്. കുറ്റം എനിക്കെന്താ. വെള്ളം ഇട്ടു. അടുപ്പിലാണ് വേവിക്കുന്നതെങ്കിൽ ഒന്ന് നെഗൊക്കെ വെള്ളം വെച്ചോട്ടാ. കപ്പളങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ല. അതായത് അടുപ്പിലായതുകൊണ്ട് ഞാൻ വേഗം വെച്ചു. അപ്പോൾ സാധനം ദേ റെഡിയായി. വെന്തു വറ്റി കണ്ടല്ലോ. മാറ്റിയാണ് നമ്മൾ അതിൻ്റെ മെയിൻ പരിപാടിയായിട്ടുള്ള കടുക് വറുക്കൽ. നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതേ ഒഴിച്ചു. കടുകിട്ടു, പറ്റൽമുളകിട്ടു, തേങ്ങാക്കൊത്തിട്ടു. തേങ്ങ ഒന്ന് മൂക്കട്ടെ. അപ്പോൾ ഇത്രയും മൂത്തു. ഒരു 10-20 ചെറിയുള്ളി നമ്മളിട്ടു. ഒന്ന് മൂപ്പിക്കട്ടെ കേട്ടോ. കറിവേപ്പില അവസാനം ഇട്ടാൽ മതിയേ. അപ്പോൾ കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മളിതാ ഒരല്പം എണ്ണയല്ലേ ഉള്ളൂ. ആ എണ്ണയോട് കൂടി നമ്മളിതാ ഇങ്ങോട്ടിട്ടു. അതിനുണ്ട് സെറ്റ്. എന്നിട്ട് ഒന്ന് ഇളക്കണം. ഇളക്കി സെറ്റാക്കട്ടെ കേട്ടോ. സംഭവം നമ്മുടെ കപ്പളങ്ങ വറവിട്ടത് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടെന്നൊരു പോക്ക് പോകേണ്ട വന്നു. ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ആയിരുന്നു. നമ്മുടെ 10ാം ക്ലാസ്സിലെ പിള്ളേരെ 94 ബാച്ച്. ഞാൻ പോയി വന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ടിങ് അവിടെ നിന്നു. കഞ്ഞിവെള്ളം മുരിങ്ങയില കറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി വെച്ചു. ചട്ടി ഒന്ന് സെറ്റാവട്ടെ. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു. ഒരു കുടം
വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് നമ്മളതേ ഇട്ട് അങ്ങോട്ട് മൂപ്പിക്കുക. വെളുത്തുള്ളി മൂപ്പായതിന് ശേഷം മാത്രമേ നമ്മൾ എന്തിടാവൂ, കടുകിടാവൂ. ഏകദേശം മൂത്തു. അപ്പം നമുക്കൊന്ന് പതുക്കെ ഇവനെ സൈഡിലേക്ക് വെച്ചിട്ട് സ്നേഹത്തോടു കൂടി വഴക്കൂടണ്ടെന്ന് പറഞ്ഞിട്ട് ഇവനെയും കൂടി ഇടുക. നമ്മുടെ കടുകിനെ ഇടുകയാണ്. അവർ രണ്ടുപേരും കൂടെ അവിടെ കിടന്നിട്ട് സ്നേഹിക്കട്ടെ. 7-8 ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇങ്ങോട്ട് ഇടുവാണേ. ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് മൂക്കട്ടെ കേട്ടോ. കാന്താരിയാണ് ചതച്ചത്. നമ്മൾ എരിവിനനുസരിച്ച് കാന്താരി ഇടുക. കാന്താരി ഇല്ലാത്തൊരു പച്ചമുളക്. പക്ഷെ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാൻ പറയാതെ തന്നെ കാന്താരിയാണ് ഏറ്റവും ബെസ്റ്റ്. ഏകദേശം മൂത്തു. ഒരല്പം ഉപ്പിടുകയാണേ. കഞ്ഞിവെള്ളം നിങ്ങൾ നോക്കിയാൽ മതി. തെളി ഊറ്റി കളഞ്ഞ നല്ലതേ. ഞങ്ങളുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കളർ കണ്ടോ നിങ്ങൾ? ഞങ്ങളുടെ നല്ല മട്ടേരി ചോറ് കണ്ടാ ഏറ്റവും ജൈവമായിട്ടുള്ള ഒഴിക്കുകയാണ് കഞ്ഞിവെള്ളം. അപ്പോൾ നമ്മളിതൊന്ന് തിളയ്ക്കണ വരെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇടാം. കഞ്ഞിവെള്ളം തിളച്ചു മറഞ്ഞു മൂടി വെച്ച ഉടനെ നമ്മൾ ഇടുകയാണ് കേട്ടോ. നമ്മുടെ മുരിങ്ങയില ഇടുകയാണ്. അധികം ഒന്നും വേവില്ല, ഇലയാണല്ലോ, നിങ്ങൾക്കറിയാലോ. ഞാൻ അടച്ചു വെച്ചു. ചെറിയ രീതിയിൽ ഇങ്ങനെ ഇരുന്നോട്ടെ. വെന്തുവായി. കാരണം ഇലക്കറിയല്ലേ, വലിയ വേവൊന്നും വേണ്ട. ഇത്രയും ചാറെങ്കിലും വേണം. കണ്ട, ഇനി നമുക്കിത് ഇറക്കി വെക്കാം. ഓക്കെ, ചോറ് കുറച്ച് മതി കേട്ടോ. തുണ്ട് കൂർക്ക മെഴുക്ക് വരട്ടിയുണ്ട്. നമ്മുടെ കപ്പളങ്ങ വറവിട്ടത്. ഓ എന്നാ മണാണേ, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് വേണ്ട സാധനം ഗീരച്ചി വറുത്ത് വെച്ചിട്ടുണ്ട്. മുളക്, ഒരു തുണ്ട് കണ്ണിമാങ്ങ, കടുമാങ്ങയുടെ ചാറ്. കഷ്ണമൊക്കെ സിത്താര തിന്നു. നമ്മൾ ചെറുകിഴങ്ങ് ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടല്ലോ, ആ ചമ്മന്തിയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കാണുമ്പോൾ തന്നെ? നമ്മുടെ വെന്ത വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കിടക്കണുണ്ടോ? എന്നിട്ട് നമ്മുടെ മുരിങ്ങയിലയും കഞ്ഞിവെള്ളവും കൂടിയുള്ള കറി. ഞാനേ ആദ്യമായിട്ട് കഞ്ഞിവെള്ളവും മുരിങ്ങയിലയും കൂടിയുള്ള കറി മാത്രം ഒന്ന് നോക്കട്ടെ കേട്ടോ. നമ്മൾ കഞ്ഞി വെന്ത് കഴിഞ്ഞ് ഊറ്റി കളയുന്ന കഞ്ഞിവെള്ളത്തിന് ഇമാതിരി മാജിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്തും കാന്താരിയും കറിവേപ്പിലയും ചെറിയുള്ളിയും വെളുത്തുള്ളി എല്ലാം കൂടെയുള്ളൊരു സാധനം. ഇത് പക്ഷേ കുറേ പേര് കഴിക്കുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഹൈലൈറ്റ് നമ്മുടെ എണ്ണയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. എണ്ണയുടെ പരസ്യം നിങ്ങൾ വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഉപയോഗിച്ചവർ അത്രയും നല്ല റിവ്യൂ തരുന്നത്. കൂർക്കൊക്കെ മാറ്റി വെക്കാം. എന്നാൽ പിന്നെ കൂർക്കയും കൂടെ കഴിക്കാം. മുളകിൻ്റെ ആവശ്യമില്ല, എന്നാൽ പോലും മൊത്തം പച്ചക്കറിയല്ലേ. ഇങ്ങനെ എടുത്തു. രുചി പറയാനൊന്നും സമയമില്ല, വിശന്നിട്ട് തല ഇറങ്ങിപ്പോയി. ചില കാര്യങ്ങൾ പറയണ്ട അല്ലേ, കണ്ടാൽ മതി അല്ലേ. മുരിങ്ങയിലുണ്ട് നമ്മൾ ഒത്തിരി കറി വെക്കാറുണ്ട്, കപ്പളങ്ങയും ഉണ്ട്. പക്ഷേ ഈ രണ്ട് രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും വെച്ചിട്ടുണ്ടാവും. ഇതിനെ വർണ്ണിക്കാൻ എനിക്കൊന്നുമില്ല. 50 ദിവസം നോമ്പുണ്ടെങ്കിൽ 50 ദിവസം ഈ രണ്ട് കറി ഉണ്ടെങ്കിൽ മാത്രം മതി. രണ്ടും നമ്മുടെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആണ്. സത്യത്തിൽ എന്തിനാണ് ഇറച്ചിയും മീനും ഒക്കെ അല്ലേ, പലപ്പോഴും ഉള്ളത് നല്ലതാണ്. പക്ഷേ നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്തപ്പോൾ, ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഇതുപോലെയുള്ള നാടൻ കറികൾ ഇതുപോലെയുള്ള നാടൻ രുചിയിൽ വെച്ചാലുണ്ടല്ലോ പിന്നെ ഒന്നും നോക്കണ്ട, രക്ഷയില്ല. മരണമാസമായിട്ട് നിങ്ങൾ ഇത് രണ്ടും ഇങ്ങനെ വെക്കുക. നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കണ നമ്മുടെ ചെറുകിഴങ്ങിൻ്റെ വീഡിയോ ഉണ്ട്, ആ ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് ഒരു മുളകുമായിട്ട് കഴിച്ച് നോക്ക്. ടേസ്റ്റ് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി തന്നത് തീറ്റിക്കും. അപ്പം ഞാൻ കാണിച്ചു തരാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും കത്തി വെക്കുന്നില്ല, തൽക്കാലം പൊക്കോട്ടെ. അടുത്തൊരു കിഡിലൻ എപ്പിസോഡുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.